നല്ല അടിപൊളി. ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷു സിറ്റുവേഷൻ കോമഡി നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൈജു കുറുപ്പ് എല്ലാം നന്നായിട്ട്, നല്ല പടം. എല്ലാവരും നല്ല അടിപൊളി. സൈജുവേട്ടൻ്റെ അഭിനയം അടിപൊളി, ഉഷാറ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. സൈജുവേട്ടൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? വരാനായിട്ട് ശേഷം ഇപ്പോൾ കോരിയായിട്ട് ഇറങ്ങിയപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. അതിനേക്കാളും മികച്ചതായിട്ട് എടുത്തത്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ അടിപൊളി. ഡാർക്ക് കോമഡി പരിപാടി അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കോമഡിയൊക്കെ നന്നായിട്ട് വർക്കായോ? എല്ലാം വർക്കായി. എങ്ങനെയുണ്ടായിരുന്നു? കോമഡിയൊക്കെ നന്നായിട്ട് നേരിട്ട് പടം. എങ്ങനെയുണ്ടായിരുന്നു പടം? പ്രേക്ഷകരുടെ കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് മനസ്സിലടിച്ചിട്ടേ എനിക്ക് എന്താണ് മൊത്തത്തിൽ നടന്നതെന്നുള്ളൊരു ഇതില്ലായിരുന്നു. പിന്നെ നല്ല റെസ്പോൺസ് ആവുമെന്ന് വിചാരിക്കണം. പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ പറയട്ടെ, ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ക്യാരക്ടറിന്റെ എക്സ്പീരിയൻസ്? കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൊത്തത്തിലൊരു കോൺട്രാസ്റ്റ് ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഭാഗമാവുക എന്ന് പറഞ്ഞത് വളരെ അടിപൊളി കാര്യമാണ്. ഭാഗ്യം ചെയ്യുന്നത് ആളായിരുന്നു ഞാനെന്നെ. ആവട്ടെ, എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പടം തൂക്കി പടം തൂക്കി ആയിട്ടുള്ള പടം തൂക്കി ഇവിടുത്തെ പോസിറ്റീവാണ്. പോസിറ്റീവ് ആവട്ടെ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ചേച്ചി ഇതുവരെ ചെയ്ത അമ്മ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് ഒരു ഫീൽ ക്യാരക്ടറാണ്, പക്ഷേ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയുക? മംഗളേശ്വരി എല്ലാവരും രക്ഷിക്കട്ടെ. സോറി, മോഹിനീശ്വരി രക്ഷിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനത്തെ നല്ല ഭംഗിയായിരുന്നല്ലോ. എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ദിവ്യ എല്ലാവരും ഉണ്ട്, ചോദിച്ചോളൂ. എല്ലാവരും കാണണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? നമ്മള് ഭരതനാട്യം പോലെ അല്ല, ഇത് കുറച്ചുകൂടെ ജോണർ മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്റർടൈനർ ആണ് അല്ലേ? ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നു. നമ്മളല്ലല്ലോ പറയുന്നത്. സ്റ്റോറി ബേസ് ഒക്കെ പക്ഷെ ഞങ്ങൾ നല്ല കയ്യടി മുച്ചകളൊക്കെ കേട്ടു, ചിരിയൊക്കെ. നിങ്ങളൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാണുക എല്ലാവരും. ഈ പ്രേക്ഷകരാണ് ഇതിനെ പുതിയ എഴുതേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യാൻ സാധിച്ചത്. ഇന്നലെ ചെയ്തതിന് ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ ഫോട്ടോ ഡയറക്ടർ വളരെ നന്ദിയുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വളരെ ഗംഭീരമാണ്. എല്ലാവരും കാണും. അത് തിയേറ്ററിൽ തന്നെ കാണും. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത കാര്യങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മൊത്തം കാര്യങ്ങൾ അപ്പോൾ ഈ ഇങ്ങനെ കാര്യം സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
കാണാൻ വന്ന പ്രേക്ഷകർ അടിപൊളി പടം എന്നാലും മിസ്സാവൂല ഇവിടേക്ക് വരാൻ പോകുന്ന വർക്കുകളൊക്കെ മോഹനേശ്വരിലെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ എക്സൈറ്റ്മെന്റ് നമ്മുടെ ദിവ്യയുടെ ഡയലോഗില്ലേ, അതായത് പൂസല് ഉണ്ട് പക്ഷെ അത് കാണിക്കാത്തതാണ്. അതുപോലെ എക്സൈറ്റ്മെന്റ് ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ അത് കാണിക്കാത്തതാണ്. ഞാൻ കുറച്ച് അണ്ടർപ്ലേ ചെയ്യുവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ള തിയേറ്റേഴ്സിനൊക്കെ റിപ്പോർട്ട് വരട്ടെ. നമുക്ക് ഐഡിയ ഉണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇല്ല അന്നില്ല. ഫസ്റ്റ് പാട്ട് വിജയമായി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് പാട്ട് കാണിക്കാം. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഫസ്റ്റ് പാട്ടിനെക്കാളും എത്ര മടങ്ങ് മേളിലാണ് സെക്കൻഡ് പാട്ട്. അല്ല അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇന്നത്തെ ഒരു റെസ്പോൺസസ് അങ്ങനെയാണ്. എൻ്റെ അല്ല ഇവൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആ ഫോട്ടോ അയച്ചത് മറ്റേ സോഷ്യൽ മീഡിയയിലുണ്ട്. അതാണ് എന്നെ നാണം കെടുത്താൻ ശരിയല്ലേ പറഞ്ഞില്ല കേട്ടോ. 150 പടങ്ങളായല്ലോ. എന്നെ അതൊക്കെ കാണിച്ചതെന്തോ ശരി നമുക്ക് അങ്ങനെ ആവട്ടെ. ശരി അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അത്